ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ജനം ടി വി ഒരുക്കുന്ന ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്കായി എന്ന സീസൺ 3 സേ നോ ടു ഡ്രാഗ്സ് എന്ന വലിയ ക്യാമ്പയിൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചാലക്കുടിയുടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോർഡിനേറ്റർ ശ്രീ ശ്യാം ബാബു കോറത്ത്, അതുപോലെ തന്നെ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസും ചാലക്കുടി നഗരസഭയും കൂടി നന്മലഹരിയുടെ ഭാഗമായി ചാലക്കുടിയുടെ വിവിധ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നിരവധി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന ആരാധ്യയായ ചാലക്കുടിയുടെ നഗരസഭാ ചെയർപേഴ്സൺ, ഈ പരിപാടിയുടെ അധ്യക്ഷയുമായ ശ്രീ ആലി ഷിബു അവറുകൾ, ചാലക്കുടിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ചുകൊണ്ട് ചിറകുന്ന മാതൃകായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഈ പരിപാടിയിൽ ഉദ്ഘാടകനായ ചാലക്കുടിയുടെ വികസന നായകൻ ശ്രീ സനീഷ് കുമാർ ജോസഫ് അവറുകൾ, അതുപോലെ തന്നെ എക്സൈസുമായിട്ട് പല പരിപാടികളിലും കോർഡിനേറ്റ് ചെയ്തു വരുന്ന ജിടെക്കിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, വ്യാസ കോളേജുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയുടെ നിരവധി എക്സൈസുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്ന നമ്മുടെ ഈ പരിപാടിയുടെ പ്രിൻസിപ്പള് ശ്രീ ദിലീപ് മാസ്റ്റർ, അതിനേക്കാളുപരി ഓൾ ഇന്ത്യയിൽ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ചു വരികയും നമ്മുടെ നാണ്യവിളകളൊക്കെ വിദേശ രാജ്യങ്ങൾ മേടിച്ച് വലിയൊരു ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മികച്ച രീതിയിൽ നൽകി വരുന്ന നമ്മുടെ ലഘുവിധ സന്ദേശം നൽകിയ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അവറുകളെയും, അതുപോലെ തന്നെ വിജ്ഞാനനിധികളായ വിവേകശാലികളായ വിവരാന്വേഷികളായ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ല നമസ്കാരം. ഓക്കെ. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പരിപാടി മികച്ച രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യയിൽ തന്നെ നശാമുക്ത ഭാരതവും അതുപോലെ തന്നെ കേരളത്തിൽ ഓപ്പറേഷൻ തുഫാൻ പരിപാടിക്ക് വേണ്ടി ചാലക്കുടിയുടെ നിരവധി പ്രവർത്തനങ്ങൾ ചുക്കാനും ഉപദേശവും നിർദ്ദേശവും തന്നു പോരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ശശികുമാർ സാറ്, ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിച്ചു വരുന്ന ജനം ടി വിയിലേത് പ്രധാനപ്പെട്ട അധ്യാപകേതര ഉദ്യോഗസ്ഥന്മാർ, എല്ലാവർക്കും പ്രത്യേക നമസ്കാരം. നമുക്ക് പരിപാടി ആരംഭിക്കാം. അപ്പോൾ കൊച്ചറിവുകൾ നമുക്ക് വെച്ച് തുടങ്ങാം അല്ലേ. നിങ്ങളെ കാണുമ്പോൾ, അതായത് നമ്മൾ അക്ഷരങ്ങൾ എത്ര നിഷ്കളങ്കരാണ്, ശരിയാണോ? അക്ഷരങ്ങൾ എത്ര നിഷ്കളങ്കരാണ്, ശരിയല്ലേ? ഓക്കെ. അക്ഷരങ്ങളാണ് വാക്കുകളാണ് കവിതകളും കഥകളും കാവ്യങ്ങളാവുന്നത് അല്ലേ. ആ കാവ്യങ്ങളും കഥകളും ഒരു പക്ഷെ നിങ്ങൾക്ക് സന്തോഷമാവാം, ചിലർക്ക് ദുഃഖമാവാം അല്ലേ, ചിലർക്ക് ആനന്ദകരമാവാം. ഓക്കെ. ഇതുപോലെയാണ് നിങ്ങളെല്ലാവരും. എല്ലാ കുഞ്ഞുമക്കളും നിഷ്കളങ്കരാണ്, ശരിയല്ലേ? നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾ രാജ്യത്തിനും സമൂഹത്തിനും നാടിനും വലിയ പ്രകാശഗോപുരമായി വിളങ്ങാനും ഉണരാനും തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെല്ലാവരും അല്ലേ. ഇന്ന് മാരകമായ ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിൽ കൂടി കരിന്തിരി പോലെയാവാണ് നമ്മുടെ യൗവനവും യുവത്വവും വിദ്യാർത്ഥികളും. ആ കാലഘട്ടത്തിലാണ്, ഈ വർത്തമാന കാലഘട്ടത്തിലാണ് സീസൺ 3 നമ്മുടെ ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. എന്താ? നല്ല മക്കളായി വളരാനും ഉയരാനും. ഓക്കെ. നമുക്ക് പരിപാടി ആരംഭിക്കാം. ഓക്കെ ശ്യാംജി. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ചെറിയ അറിവുകളും, ഞാൻ ചെറിയൊരു ഉദ്യോഗസ്ഥനാണ്, ആ ചെറിയ ഉദ്യോഗസ്ഥനും കൂടി പരസ്പരം നമ്മുടെ ലക്ഷ്യം എന്താ? ലഹരി വിമുക്ത ഭാരതം, ലഹരി വിമുക്ത കേരളം, ആരോഗ്യപരമായ കേരളം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി വിലയേറിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, ശരി. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കൂട്ടുകാരെ, ആരാണ് ആദ്യം ചോദിക്കുന്നത്? യെസ് മോനെ, മൈക്കൊന്ന് കൊടുക്കൂ. ഒരു മിനിറ്റ് മോനെ, മൈക്കിട്ട് മോളെ, ആ മൈക്കൊന്ന് കൊടുക്കും. മോനെ മൈക്ക് അതെ മൈക്ക് മോനെ ഒന്ന് പുറകോട്ട് നിൽക്കാമോ? ആ ശരി. ഒരു മിനിറ്റ് ഒന്ന് ഫോക്കസ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ്. റെഡിയാണോ? റെഡി? യെസ്, ചോദിച്ചോ മോനെ. പേരൊന്ന് പറയണേ. എൻ്റെ പേര് ആദിശങ്കർ പി നായർ. നമ്മുടെ ഈ ലോകത്തിന് എതിരായി നമ്മൾ പോരാടി നിൽക്കുന്ന ഈ ലഹരിയെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശത്രുവായി കാണുന്നത്? അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ
നമുക്ക് എന്ത് സുഖമാണ് നമുക്ക് കിട്ടുന്നത്? അത് നമ്മുടെ ലോകത്തിൽ എന്തിനാണ് അത് കൊണ്ടുവരുന്നത്? ഒരു മിനിറ്റത്തേക്കുള്ള സുഖത്തിന് മാത്രമാണോ അത് നമ്മുടെ ഈ ലോകത്തിലേക്ക് ഇറക്കുന്നത്? എന്തിനാണ് കൊച്ചു പിള്ളേർക്ക് വരെ അത് കൊടുക്കുന്നത്? വിദ്യാലയങ്ങളിലും പുറത്തും റോഡിലും വരെ നമ്മൾ ലഹരി കാണുന്നു. അത് എന്തിനാണ് ആ ലഹരി നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്? യെസ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ വലുതാണ്. യെസ് അത് നിരവധി ചോദ്യങ്ങളുടെ ചോദ്യവലി പോയിട്ട് വന്നതാണ്. എന്തായാലും ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ പോയിരിക്കും ഉണ്ണിയ, പോയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ എല്ലാവരും സുഖത്തിൻ്റെ പുറകിലാണ്. എന്താണ് ലഹരി? 72 ലക്ഷം കോടി കോശങ്ങൾ കൂടിയതാണ് നമ്മുടെ മനുഷ്യ ശരീരം. കോശങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന രാസപദാർത്ഥങ്ങളെ, രാസവസ്തുക്കളെയാണ് നമ്മൾ ലഹരി വസ്തുക്കൾ എന്ന് പറയുക. കോശങ്ങളാണ് പലതരം അവയവങ്ങളാണ് നമ്മുടെ സിസ്റ്റങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് തരം ലഹരി വസ്തുക്കളായാലും നമ്മളെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള രീതിയിലുള്ള ലഹരി വസ്തുക്കളാണ്. ഉദാഹരണം, ബ്രദർ എന്താ പേര്? ദേവകൃഷ്ണനെ നമുക്ക് ഇപ്പോൾ ഇതാണ് ദേവകൃഷ്ണയുടെ തലച്ചോറ്. ഏതാ ഇത്? മനസ്സിലായ? ഇന്ന് വരെ ലഹരി പദാർത്ഥങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കാത്ത ദേവകൃഷ്ണയുടെ തലച്ചോറ്. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ കൂട്ടുകാരൻ്റെ നിർബന്ധത്തിലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രലോഭനത്തിലോ നിർബന്ധത്തിനോ ഏത് രീതിയിൽ ഒരു ലഹരിക്ക് അദ്ദേഹം വഴങ്ങി എന്തു ചെയ്യും? മനസ്സിലായ? നമ്മളുണ്ടാക്കിയ മുഴുവൻ, രാജ്യം നേടിയ മുഴുവൻ വികസനമാവട്ടെ, ആരോഗ്യപരമാവട്ടെ, സാമ്പത്തികമാവട്ടെ, സാമൂഹികമാവട്ടെ, എല്ലാ എല്ലാ നന്മകളെയും കാർന്നു തിന്നുന്ന വലിയൊരു വിപത്താണ് ഏത്? ലഹരി വസ്തുക്കൾ. ആ ലഹരി വസ്തുക്കൾ ഇതാണ് നമ്മുടെ തലച്ചോറ് ദേവകൃഷ്ണയുടെ. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ ഇവിടെയാണ് നമ്മുടെ തലച്ചോറിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് പഠനവുമായി ബന്ധപ്പെട്ട സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ, പ്രായോഗിക നന്മകൾ എല്ലാതും എവിടെയാ? ഇദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചാണ്. ഒരു സുപ്രഭാതത്തിൽ ലഹരിക്കോ അറിഞ്ഞോ അറിയാതെയോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉണർവിന് വേണ്ടി, കൃത്രിമ ഉത്തേജനത്തിന് വേണ്ടി നമ്മൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? ഇതൊക്കെ കണ്ടില്ല? ഇതാണ് ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ്. ഒരു സുപ്രഭാതത്തിൽ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തിലെ കോടാനുകോടി ന്യൂറോണുകൾ തകർന്ന് തരിപ്പണമാകുന്നു. മനസ്സിലായ? ഇപ്പം ഇതെന്തായി? ഇത് പ്ലെയിൻ അല്ലേ? ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വേളയിൽ നമ്മുടെ എന്തുണ്ടായി? ചുരുട്ടിയ നിവൃത്തിയ ഉണ്ടാ. ഇതേപോലെയായി ആര്? കുഞ്ഞുമക്കൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ കോശങ്ങൾക്ക് നാശം വരുത്തുന്നു. ഇല്ലേ? ഇതെങ്ങനെയാണ് നിവൃത്തുക? നിവൃത്താൻ പറ്റുമോ? നിവൃത്താൻ പറ്റില്ലേ? എങ്ങനെ നിവൃത്താൻ പറ്റും? കുസൃതിച്ചോ? എങ്ങനെ നിർത്താൻ പറ്റും? അറിയില്ല. എങ്ങനെ നിർത്താൻ പറ്റും? നിർത്താൻ പറ്റില്ലേ? നിർത്താൻ പറ്റില്ലേ? പറ്റില്ലേ? എങ്ങനെ പറ്റും? തേക്കണം. എന്താ പേര്? എന്താ എഴുന്നേറ്റേ? വൈഷ്ണവി. നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പോ അയൺ ചെയ്താൽ ഒരു പരിധി വരെ പറ്റും അല്ലേ? പരിപൂർണമായി പറ്റുമോ? പറ്റില്ല. അപ്പോൾ തേപ്പട്ടിക്ക് കൂടുതൽ ചൂടുണ്ടെങ്കിലോ ഏത് കരിയും? പേപ്പറല്ല, തലച്ചോറ് അല്ലേ? അപ്പോൾ പോയിരിക്കൂ. ഇതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തലച്ചോറിലെ 10,000-കണക്കിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോശങ്ങൾ കത്തി നശിച്ചതുകൊണ്ടാണ് ഒരുപാട് യുവാക്കൾ ഇന്ന് ലഹരിക്ക് ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തനം അടിമത്തത്തിലേക്കും അടിമത്തം അന്ത്യത്തിലേക്കും പോകുന്ന മാരകമായ രാസലഹരിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഇടവരാതിരിക്കുക. മനസ്സിലായ കൂട്ടുകാരൻ? കേട്ടാ? ചോദ്യം ചോദിച്ച് ഉത്തരം കേൾക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യമില്ല? പറയൂ. ലഹരിന് അഡിക്റ്റ് ആയവരെങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരണത്? തിരിച്ചു കൊണ്ടുവരാം. നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം.
പ്രിയപ്പെട്ടവർ പോയിരിക്കൂ, ഇരുന്നോളൂ. നമ്മൾ അദ്ദേഹം ചോദിച്ചത് ലഹരിക്ക് അടിമകളായി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, ശരിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താ പേര്? സിദ്ധാർത്ഥ 10ാം ക്ലാസ് പഠിക്കുന്നു, 10ല്. റിലാക്സ് പഠിക്കാണ്ടക്ക്. അപ്പോൾ സിദ്ധാർത്ഥ് 10ൽ പഠിക്കുന്നു. LKG UKG പഠിക്കുമ്പോൾ എത്ര വയസ്സായി? LKG UKG അപ്പം എന്താ 5 വയസ്സ് അല്ലേ? 5 വയസ്സല്ലേ? ഓക്കെ. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴാണ് 15 വയസ്സ്. ഓക്കെ, ശരിയല്ലേ? ഓക്കെ. +1 +2 ആകുമ്പോഴാ 17 വയസ്സ്. ഡിഗ്രി 20. ഒരു PGക്ക് പോവുകയാണെങ്കിൽ 1-2 വർഷം. അപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലാവുന്നത് എത്രയാണ്? ഒരു 25 വയസ്സെങ്കിലും വേണം. ഒരു സാധാരണക്കാരായ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ 25 വയസ്സിനും വേണം. ആ നേരത്താണ് ലഹരിക്കോ അറിഞ്ഞോ അറിയാതെയോ ലഹരിക്കോ അറിഞ്ഞോ അറിയാതെയോ അടിമപ്പെടുന്നു. അവൻ എന്തു ചെയ്യും? അദ്ദേഹത്തിൻ്റെ ചോദ്യം അതാണ്, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ എക്സൈസുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ തണ്ടറും ഓപ്പറേഷൻ തുഫാൻ്റെയും മുഖ്യ മുദ്രാവാക്യം എൻഫോഴ്സ്മെൻറ്റ്. എന്താണ്? കേസുകൾ കണ്ടുപിടിക്കുക, എൻഫോഴ്സ്മെൻറ്റ്. 2 അവയർനെസ് പ്രോഗ്രാം, ബോധവൽക്കരണം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ഡി അഡിക്ഷൻ, 4 റീഹാബിലേഷൻ. 3ാമത്തെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, ലഹരിക്ക് ഉപയോഗിച്ചവരെങ്ങനെ കണ്ടെത്തി അവർക്ക് എന്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സംസ്ഥാന സർക്കാർ 2016 വിമുക്തി മിഷൻ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ചാലക്കുടിയിലെ കേരളത്തിലെ ഏറ്റവും വലിയ വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്റർ, ചാലക്കുടി നഗരസഭയുടെ അധീനതയിലുള്ള ചാലക്കുടി താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ലഹരിക്ക് അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിച്ചവർക്ക് അവിടെ മികച്ച സേവനം കിട്ടും. മികച്ച സേവനത്തിന് സൗജന്യമാണ്. മനസ്സിലായ? അപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും അതുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡി അഡിക്ഷൻ സെൻറ്റർ ചാലക്കുടിയിലാണ്. അവിടെ കുട്ടികൾക്കും വനിതകൾക്കും പുരുഷന്മാർക്കും ചികിത്സിക്കാം. അവിടെ സൗജന്യമായി മെഡിക്കൽ ഓഫീസർ, സീനിയർ സൈക്കാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ വർക്കർ, 3 സെക്യൂരിറ്റി ഓഫീസേഴ്സ്, 3 നഴ്സിംഗ് അസിസ്റ്റൻറ്റ്സ്, അങ്ങനെ തുടങ്ങിയ 12 പേർക്ക് അവിടെ മികച്ച സേവനം ലഭ്യമാണ്. അവിടെ ഇത് കൂടാതെ മരുന്ന് ഫ്രീ ആണ്. ഭക്ഷണത്തിന് മാത്രം ചെറിയ പൈസ കൊടുക്കണ്ടോ. അവിടെ നൽകുന്ന മുഴുവൻ സേവനങ്ങളും സൗജന്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടികൾ നിങ്ങളുടെയോ നിങ്ങളുടെ നാടിലോ വീട്ടിലോ ആരെങ്കിലും ഇത്ര ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്ര ഉപയോഗിക്കുന്ന കുട്ടികളായാലും മുതിർന്നവർക്കായാലും സൗജന്യമായി ചാലക്കുടി താലൂക്ക് ഗവൺമെൻറ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ സൗജന്യമായി സേവനം ഉപയോഗിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഡി അഡിക്ഷൻ ചാലക്കുടിയിലാണ്. ഇതുകൂടാതെ കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ രജിസ്ട്രേഷനുള്ള ഏക സെൻറ്ററും കൂടിയാണ് ചാലക്കുടി താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അവിടെ വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ മികച്ച പ്രവർത്തനമുണ്ട്. മനസ്സിലായ? ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. യെസ് മോളെ, ഒന്ന് ഇവിടെ മോളെ എഴുന്നേറ്റൊന്നു പേരൊന്ന് പറയണേ. 1 മിനിറ്റേ. നേരത്തെ ചോദിച്ച കൂട്ടുകാരൻ്റെ പേരൊന്ന് പറയാമോ? ഓ, നിതിൻ. യെസ്, പേരൊന്ന് പറയണേ മോളെ. എൻ്റെ പേര് ഹൃദ്യ. നമ്മുടെ നാട്ടിൽ ഡ്രഗ്സിൽ നിന്ന് റിക്കവർ ആവുന്ന പല ടീനേജേഴ്സും ആൾക്കാർക്ക് ട്രോമയാണ് കൂടുതലും കാണുന്നത്. അതെങ്ങനെ ട്രോമ, ഡിപ്രഷൻ, അതിൽ നിന്ന് എങ്ങനെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ചോദ്യം കേട്ടില്ല. നമ്മുടെ നാട്ടിലെ പലവരും ഇപ്പം ടീനേജേഴ്സും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഡ്രഗ്സിന് പിടിക്കപ്പെടുന്നത്. അവർക്ക് ഉണ്ടാവുന്ന റിക്കവറായി കഴിയുന്ന ഡിപ്രഷൻ അല്ലെ ട്രോമ, അതെങ്ങനെ മാറ്റാൻ പറ്റും? പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് ടീനേജേഴ്സ് ഒരു 13 തൊട്ട് 19 വയസ്സ് വരെ കാലയളവിൽ എപ്പോഴും രക്ഷിതാക്കൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ രക്ഷിതാക്കൾക്ക് മക്കളിലുള്ള ആധിപത്യം കുറഞ്ഞു വരുന്നതായി കാണാം. ശരിയാണോ? മാതാപിതാ ഗുരു ദൈവം മാറിയ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് കാലഘട്ടത്തിൽ ആൾക്കാരായിരുന്നു. സംഗീത മേഡവും ദിലീപ് സാറും മറ്റവരൊക്കെ ആയിരുന്നു. ഇപ്പോൾ മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ്.
മനസ്സിലായ? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നുള്ള കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ അച്ഛനമ്മമാരോടുള്ള പരസ്പര ബഹുമാനം കുറഞ്ഞു വരുന്നതായി ശ്രദ്ധിക്കാം. 1. 2, കുട്ടികളിൽ സുഖങ്ങൾ നുണയാനും സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു താല്പര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് സുഖങ്ങളുണ്ട്, ഇല്ലേ? ഇതുപോലെ കൂടുതൽ സുഖം കിട്ടാൻ വേണ്ടി പുതിയ പുതിയ ലഹരി വസ്തുക്കളെ തേടി പോകുന്നൊരു യൂത്താണ് വർത്തമാന കാലഘട്ടത്തിൽ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ആകെ കാര്യം ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ നല്ല ചികിത്സ മാത്രമാണ് പറ്റുള്ളൂ. ആ ചികിത്സയ്ക്ക് ഇതോടൊപ്പം തന്നെ അവർ ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ ആവശ്യമായ പരിചരണവും ശ്രദ്ധ ആ കുടുംബം കൊടുക്കണം. ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സമൂഹമായാലും വീടായാലും നാടായാലും വളരെ ശ്രദ്ധ കൊടുക്കാറുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഞാൻ ചാലക്കുടി ഡി അഡിക്ഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട് അവിടെ മികച്ച വികസനം വരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരു ചെറിയ ഉദ്യോഗസ്ഥനാണ്. അവിടെ നിരവധി പേര് ചികിത്സയ്ക്ക് വരും. ഇന്ന് രാവിലെ വരെ വരുന്നു. മനസ്സിലായ? അവർ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും എന്താ ചെയ്യണ്ടേ? നമ്മൾ അവർക്ക് നല്ല പരിചരണവും ശ്രദ്ധ കൊടുക്കണം, ആത്മാർത്ഥമായ സ്നേഹം കൊടുക്കണം. ഒരു കുട്ടി പോലും അവഗണിച്ചു കഴിഞ്ഞാൽ അവൻ അകന്നു പോവുകയുള്ളൂ. അവനെ പരിചരണവും അടുപ്പവും കാണിച്ചാൽ മാത്രമാണ് നമ്മുടെ കുടുംബത്തോട് ഒരുമിച്ച് വരുള്ളൂ. മനസ്സിലായ? ഏറ്റവും നല്ലത് ചികിത്സ മാത്രമാണ്. ചോദ്യം ക്ലിയറായോ? ഓക്കെ. അടുത്ത വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പുറകിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ മോളെ? പേര് പറയണേ, പേരും ക്ലാസ്. എൻ്റെ പേര് ഷാൽവിയ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പരിപാടി അവതരിപ്പിച്ച് തരുന്ന നമ്മുടെ ജനം ടി വിക്ക് ഞാൻ നന്ദി പറയാണ്. ബിക്കോസ് ഇത് നമ്മളുടെ എല്ലാ കുട്ടികളെയും നമ്മൾ അവെയർ ചെയ്ത് അവരെ നല്ലത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ആഫ്റ്റർ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു നമ്മളത് കേട്ട് പിള്ളേരെല്ലാവരും അവെയർ ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ മേ ബി അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുക കൂടിയില്ല. മേ ബി ഈവൻ അവരത് നേരിട്ട് ഈവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെ കണ്ടാൽ പോലും അവരത് കണ്ണടച്ച് കളയുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ലോകത്ത്. ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ടു സേ നോ ടു ദെം ആൻഡ് ടു ഈവൻ ജസ്റ്റ് സേ ദാറ്റ് ടു പോലീസ് ബിക്കോസ് ദേ മേ സേ സംതിങ് ലൈക്ക് ബാക്ക് ടു ദെം, ലൈക്ക് അവരെ മേ ബി ഉപദ്രവിക്കും എന്നുള്ള ഒരു ചിന്തയോടെ അഫ്രൈഡ് ചെയ്ത് അവർ ഒന്നും പറയാതെ കണ്ണടച്ച് കളയുന്ന കുറേ മനുഷ്യരുണ്ട്. ഈവൻ നമ്മളുടെ ഇടയിൽ വരെ കുറേ പേര് അങ്ങനെയുണ്ട്. പേടി കൊണ്ട് നമ്മൾ അവരെ തടയാത്ത വരുന്ന സിറ്റുവേഷൻസ്. സോ അങ്ങനെയുള്ളവരെയും അതുപോലെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളും ഡ്രഗ്സിനെ അത്രയും കഴിയോടെ ഒരു കാരണവശാലും അവർ വിടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ നമുക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആക്കിയാൽ കൂടി എത്ര നമ്മൾ കളയാൻ വേണ്ടി ശ്രമിച്ചാൽ കൂടി പോവാത്ത കുറേ മനുഷ്യരെ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കൈ ഫ്രീ ആണല്ലോ? ഓക്കെ, നല്ലൊരു കൈ അടിച്ച് സ്റ്റോപ്പ്. ഞാൻ 1 എന്ന് പറഞ്ഞാൽ ഒരു വിരൽ അടിക്കുക, മനസ്സിലായ? 2 എന്ന് പറഞ്ഞാൽ 2 വിരൽ, 3 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ശരി, ഫ്രീ. 1 ഇത് ഞാനാണ്, നിങ്ങളാണ്, മനസ്സിലായില്ലേ? ഓരോരുത്തരും. 2 ഇത് നമ്മുടെ കുടുംബമാണ്. ഓക്കെ. 3 ഇത് നമ്മുടെ നാടാണ്. 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടാണ്. 4 ഇത് 4 എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലായില്ലേ? 4 വല്ല അടിച്ചു. ഇത് നമ്മുടെ എക്സൈസ് ആയാലും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ, എക്സൈസ്, പോലീസ്. ഇത് 5 അടി. ഇത് കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന ഭരണകൂടങ്ങളും ചെയ്യുന്ന നയങ്ങളാണ്. മനസ്സിലായ? ഞാനും എൻ്റെ കുടുംബവും നാടും എക്സൈസ്, പോലീസ് തുടങ്ങിയ ആരോഗ്യവകുപ്പുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളും 5 കേന്ദ്ര സംസ്ഥാന ഭരണകൂടം എന്ന് പറയുന്ന നയത്തിൻ്റെ ഭാഗം. ഈ 5 കാര്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലഹരി ഉപയോഗിച്ച് ലഹരി ആസക്തി എന്ന് പറഞ്ഞാൽ ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തനം അടിമത്തത്തിലേക്കും അടിമത്തം അന്ത്യത്തിലേക്ക് പോകുന്ന മാരകമായ രാസലഹരികൾ, പ്രത്യേകിച്ച് രാസലഹരികൾ. നമ്മൾ ഒരു ഉദാഹരണം പറയാൻ കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ വരുന്ന പോപ്പിച്ചെടിൻ്റെ പോപ്പിച്ചെടി കേട്ടിട്ടുണ്ടോ? പോപ്പിച്ചെടി. ഈ പോപ്പിച്ചെടിയിൽ നിന്നാണ് നമ്മൾ
കറുപ്പുണ്ടാക്കുന്നത് ഓപ്പിയം. ആ ഓപ്പിയം നമ്മുടെ നാട്ടിൽ നിരവധി മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് കംസിറപ്പുകൾക്ക്. കംസിറപ്പ് കണ്ടിട്ടില്ലേ? കഴിക്കുമ്പോൾ നമ്മൾ നൈറ്റ് കഴിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നാറുണ്ടല്ലേ? അത് ഉപയോഗമുണ്ട്, ദുരുപയോഗവുമുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ കൃത്യമായിട്ടൊരു കണക്കുണ്ട്. ദുരുപയോഗം ചെയ്യുമ്പോൾ കണക്കുണ്ടാ ഇല്ല. അത് ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തനം ഉണ്ടാവും. ആവർത്തന അപകടവും അന്ത്യത്തിലേക്ക് പോകുന്ന മാരക മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെതിരെ അതിലടിമകളായവരുണ്ടാവാം. അത്തരം ആൾക്കാരെ നമ്മൾ ഞാനും എൻ്റെ കുടുംബവും നാടും വീടും രാജ്യം കൂടി ഒരുമിച്ച് നിന്ന് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിലൊരു വ്യക്തികൾക്ക് യാതൊരുവിധ പ്രത്യേക താല്പര്യം, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. മനസ്സിലായ? ഇതുകൂടാതെ ലഹരിക്കെതിരെ പോരാടുമ്പോൾ കൊടുക്കുന്ന രഹസ്യ വിവരങ്ങൾക്ക് എക്സൈസിന് പോലീസ് കൊടുക്കുമ്പോൾ ഒരുപാട് ടോൾ ഫ്രീ നമ്പറുകളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ മാനസ് എന്ന് പറഞ്ഞ വലിയൊരു സംവിധാനമുണ്ട്. സ്റ്റേറ്റ് സർക്കാരിൻ്റെ എക്സൈസിൻ്റെ ഉണ്ട്, പോലീസിൻ്റെ ഉണ്ട്. അത്തരം നമ്പറുകളിൽ നിങ്ങൾക്ക് രഹസ്യ വിവരം നൽകാവുന്നതാണ്. രഹസ്യ വിവരം നൽകുമ്പോൾ നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഫോൺ നമ്പറോ നിങ്ങളെ യാതൊരുവിധ അടയാളമോ കൊടുക്കേണ്ടതില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരും നിങ്ങളുടെ പേരോ വിവരങ്ങളോ ചോദിക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ നിങ്ങൾക്ക് പറയേണ്ടതുമില്ല. മനസ്സിലായ? അപ്പോൾ അത്രയും കർശനമായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അത് എക്സൈസിലൊരു ചെറിയ ഉദ്യോഗസ്ഥനായ എനിക്ക് തരുന്ന ഇൻഫർമേഷൻ ആയാലും മറ്റുള്ള ആൾക്കാർക്ക് ചോർത്തി കൊടുക്കേണ്ടതില്ല. അങ്ങനെ ചോർത്തി കൊടുക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ഏത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പരാതി കൊടുക്കാൻ ആ പരാതിക്കനുസരിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. മനസ്സിലായ? ഇതാണ്. അല്ല സിസ്റ്ററെ, രഹസ്യം ചോരുന്നുള്ള ടെൻഷനല്ലേ? ചോരില്ല കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ആ അവിടെ പുറകെ. പേരൊന്ന് പറയണേ മോളെ. ഹായ്, എൻ്റെ പേര് ആത്മജ. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്ലെഡ്ജിൽ തന്നെ പറഞ്ഞു നമ്മൾ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. സോ എന്തിനാണത് വിൽക്കുന്നത്? നമ്മുടെ ഗവൺമെൻറ് തന്നെയല്ലേ അത് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൂടപ്പുഴ ഒരു ആളെ പിടിച്ചു എന്ന് പറഞ്ഞു ലഹരി യൂസ് ചെയ്തിട്ട്. ഒരു നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു 1 വീക്കിന് ശേഷം ഞാൻ ആളെ അവിടെ കാണുകയും ചെയ്തു. വാട്ട് ഇസ് ദ യൂസ് ഓഫ് അറസ്റ്റിംഗ് ദം? ഒന്നും നടക്കുന്നില്ല. ലൈക്ക് എന്തിനാ പിന്നെ ഇത് വിൽക്കുന്നതും പിന്നെ ആൾക്കാർ പിടിച്ചു? വാട്ട് ഇസ് ഹാപ്പനിങ്? പ്രിയപ്പെട്ട, താങ്ക് യു. നമ്മൾ സംസ്ഥാന നിയമം അബ്കാരി ആക്റ്റാണ്. നിങ്ങൾ ഏത് ലഹരി വസ്തുക്കളെ കുറിച്ചിട്ടാണ് പിടികൂടിയെന്ന് എനിക്കറിയില്ല. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മയക്കുമരുന്ന് നിരോധന നിയമങ്ങളുണ്ട്. ആ മയക്കുമരുന്ന് നിയമത്തിനോടൊപ്പം തന്നെ CRPC, അതായത് നമ്മൾ ഒരാളെ കുറ്റവാളികളെ പിടികൂടുന്ന വേളയിൽ അവർക്ക് നിഷ്കർഷിച്ചിട്ടുള്ള ഒരുപാട് നിയമവ്യവസ്ഥകളുണ്ട്. ആ നിയമവ്യവസ്ഥകളുടെ കൂടി മാത്രമാണ് ഒരു കുറ്റം ചാർത്താനും ആ കുറ്റം തെളിയിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അത് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളും അവരുടെ നിയമനിർമ്മാണ സഭയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ചിട്ടുള്ള പ്രത്യേക താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ. പിന്നെ നമ്മൾ ചില NDPS ആക്ടിന് ഓരോത്തിനും ഓരോ അളവുണ്ട്. മനസ്സിലായ? ഇപ്പം മദ്യമാണെങ്കിൽ, അതായത് ഇന്ത്യൻ ഫോറിൻ മെയ്ഡ് ലിക്കറാണെങ്കിൽ 3 ലിറ്റർ വരെ ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്നതാണ്. അതിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിലാണ് കേസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ കേസ് എടുക്കുന്നതിൽ നമുക്ക് അളവുകൾ വെച്ചിട്ടുണ്ട്. മനസ്സിലായ? ഒരു ഉദാഹരണം, വോട്ട് ചെയ്യാനുള്ള വയസ്സ് എത്രയാ? 18 വനിതകൾക്ക്. പുരുഷന്മാർക്കോ? പുരുഷന്മാർക്ക് എത്രയാ? 22. അതെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കി. പ്രിയപ്പെട്ടവരെ, വോട്ട് ചെയ്യാനുള്ള അവകാശം 18ആണ്. വിവാഹം കഴിക്കാനുള്ള വയസ്സ് 21 അല്ലേ? മദ്യം വാങ്ങിക്കാനും ഉപയോഗിക്കാനും കൈവശം വയ്ക്കാനുള്ള വയസ്സ് എത്രയാ? 27. പ്രിയപ്പെട്ടവരെ, മദ്യം കൈവശം വയ്ക്കാവുന്ന, ഉപയോഗിക്കാവുന്ന, കൊണ്ടു നടക്കാവുന്ന പ്രായപരിധി 23ആണ്. 23 വയസ്സിന് താഴെ മദ്യം കൈവശം വച്ചാൽ കുറ്റകരമാണ്. 2, കൊടുക്കുന്ന ആൾക്കാർ കുറ്റക്കാരാണ്.
ലൈസൻസികൾ, അംഗീകൃത സർക്കാർ ലൈസൻസികളായ ബീവറേജ്, കള്ളൂർ ഷാപ്പുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ലൈസൻസ് സ്ഥാപനങ്ങൾ 23 വയസ്സിന് താഴെ മദ്യം കൊടുത്താൽ അദ്ദേഹത്തിന് ലൈസൻസ് റദ്ദ് ചെയ്യും. മനസ്സിലായ? അപ്പോൾ കുഞ്ഞുമക്കള് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വേളയിൽ ശ്രദ്ധിക്കുക, 23 വയസ്സിനുള്ളിൽ കൈവശം വെച്ചാൽ കുറ്റകരമാണ്. മനസ്സിലായ? അത്തരം സ്ഥാപനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വീഴുകയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എക്സൈസിലെ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിലേക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്കോ അല്ലെങ്കിൽ എക്സൈസ് കൺട്രോൾ റൂമിലേക്കോ വിവരം അറിയിക്കാം. മനസ്സിലായ? ഒരിക്കലും ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ പ്രത്യേക ആൾക്കാരെ ഒരു കുറ്റക്കാരായി കാണാവുന്ന നിയമവ്യവസ്ഥയല്ല നമ്മുടെ കയ്യിൽ. നമ്മളൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് നടപടികളുമായി അത് കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ നടപടി കഴിഞ്ഞ ശേഷം മാത്രമാണ് കുറ്റക്കാരെ തെളിയിക്കാൻ പറ്റുള്ളൂ, കുറ്റക്കാരായിട്ട് ജയിലിലടയ്ക്കാൻ പറ്റുള്ളൂ. അതുവരെ ജാമ്യത്തിൽ വിടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പിടിച്ച കേസിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം അതനുസരിച്ചുള്ള തത്തുല്യ ജാമ്യ വ്യവസ്ഥയിൽ അദ്ദേഹം നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടാവാം. മനസ്സിലായ? കേസ് നടപടികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ കുട്ടിയെ. ഓക്കെ, അടുത്ത ചോദ്യം പുറകിൽ. നമസ്തേ, എൻ്റെ പേര് നിരഞ്ജന. ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ വിദ്യാർത്ഥികളുണ്ടാവും, കോളേജ് വിദ്യാർത്ഥികളുണ്ടാവാം, വിദ്യാർത്ഥിനികളുണ്ടാവാം. ഇങ്ങനെ അവർ പിടിക്കപ്പെട്ടു, പരസ്യമായി പിടിക്കപ്പെട്ടു. അതിനുശേഷം അവരെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കി. പക്ഷേ സൊസൈറ്റിയിൽ പിന്നെ അവർക്കൊരു പേര് വരില്ലോ. സൊസൈറ്റിയിലെ ആൾക്കാരൊക്കെ ചിലപ്പോൾ അവൻ കഞ്ചാവ, അങ്ങനെ മേ ബി അവരത് അറിയാതെ പെട്ടുപോയതായിരിക്കാം, അവരതിൽ നിന്ന് വിമുക്തനായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം എങ്ങനെയാണ് തടയാൻ പറ്റുക? അങ്ങനെ അതിൽ പെട്ട ആൾക്ക് പിന്നെ എങ്ങനെയാണ് അവരെ പഴയൊരു സൊസൈറ്റിക്കൽ സ്റ്റാറ്റസ് വീണ്ടെടുക്കാൻ പറ്റുക? അവരെങ്ങനെയാണ് സൊസൈറ്റി അംഗീകരിക്കുക? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ചോദിച്ച ചോദ്യം, ഒരു കുറ്റവാളി തിരിച്ച് സൊസൈറ്റിയിൽ നന്മയായിട്ട് വരണം അല്ലേ? അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെടുന്നവരുണ്ടാവാലോ. അപ്പൊ കുറ്റവാളികൾ ഉണ്ടാവാം, യഥാർത്ഥ കുറ്റവാളികളല്ലാത്തവരാവാം, പെട്ടുപോയവരാവാം. അപ്പോൾ ഒരിക്കൽ ഇവരോട് എന്താ പറയാ, ഇങ്ങനൊരു പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവരത് നേരെയായി, അവർ നന്നായി, അവർ നല്ലൊരു ലൈഫ് വീണ്ടെടുത്തെങ്കിലും സൊസൈറ്റിയിൽ അവർക്ക് അങ്ങനെയുള്ളൊരു സ്റ്റാറ്റസ് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എങ്ങനെയാണ് തടയാൻ കഴിയുക ഒരു പരിധിവരെയെങ്കിലും? ഒന്ന്, നമ്മുടെ നാട്ടിൽ ഒരു 8 മണി തൊട്ട് വൈകുന്നേരം 12 മണി, 1 മണി, 2 മണിയൊക്കെ വരുമ്പോൾ ഒരുപാട് യുവാക്കൾ ഒത്തുകൂടാറുണ്ട് പല സ്ഥലങ്ങളിലും. ശരിയാണോ? ചിലപ്പോൾ മരച്ചൂടാവാം, ചിലപ്പോൾ വല്ല കുളങ്ങളാവാം, ഒഴിഞ്ഞ പ്രദേശങ്ങളാവാം, വല്ല വീടുകളൊക്കെ ആവാം അല്ലേ? രാത്രി 1 മണി 2 മണി വരെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഒഴിഞ്ഞ സ്ഥലത്ത് 3-4 ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ മിക്ക സ്ഥലങ്ങളും ഇന്ന് നമ്മൾ പിടികൂടുന്ന സ്ഥലങ്ങൾ മുഴുവൻ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരു വാസകേന്ദ്രങ്ങളാണ് അവിടെയൊക്കെ. അവിടെ ഇരിക്കുന്ന യുവാക്കൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് ചർച്ചകളായിരിക്കുമോ? അല്ല. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കവാടം എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി ആണ്, അതിനെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് ചർച്ചകളായിരിക്കുമോ കുഞ്ഞുമോളെ? അല്ല. അവിടെ ലഹരി പദാർത്ഥം ഉപയോഗിക്കുക. അപ്പോൾ അത്തരം ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളിൽ നമ്മൾ പോവാതിരിക്കുക. 1. 2, അത്തരം ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ട് കൂട്ടുകൂടാതിരിക്കുക. മനസ്സിലായ? 3, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു കുട്ടികളെയോ അല്ലെങ്കിൽ മുതിർന്നവരെ നശിപ്പിക്കണമെന്ന ആഗ്രഹത്തിലല്ല, അവർക്ക് നന്നാവണമെന്ന ആഗ്രഹമുള്ളവരാണ് എല്ലാവരും. പിന്നെ അവരെ കയ്യിൽ നിന്ന് ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കുറ്റക്കാരായി നമ്മൾ അവരെ കേസിൽ കണ്ടെടുത്തുകൊണ്ട് അവരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു മാത്രം. പിന്നെ സമൂഹമായി പൊരുത്തപ്പെട്ടത് സമൂഹമാണത് കുറ്റക്കാരനായിട്ട് കാണുന്നതും ചെയ്യുന്നതും. മനസ്സിലായ? പിന്നെ ഒരു പ്രാവശ്യം കുറ്റം ചെയ്ത ആൾക്കാർ തുടർച്ചയായിട്ട് കുറ്റം ചെയ്യുന്ന പ്രവണത ഇന്ന് നമ്മുടെ നിലവിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട, ഓപ്പറേഷൻ തണ്ടറുമായി ബന്ധപ്പെട്ട നിരവധി ഹാബിച്വൽ ഒഫൻഡേഴ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പം ഇപ്പോഴും പല ആൾക്കാർ കുറ്റം ചെയ്ത് നടക്കുന്നതായി കാണാം. ചില ആൾക്കാർ ആ പരിപാടി നിർത്തി പുതിയ പുനരധിവാസ മേഖല, പുതിയ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിൽശാലകൾ ജോലിക്ക് പോയിക്കൊണ്ട് അവർ മാറുന്നുണ്ട്. സമൂഹമാണ് അതിന് മറുപടി പറയേണ്ടത്, അല്ലാണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരെന്ന നിലയ്ക്ക് നമുക്കൊന്നും പറയാനില്ല. സമൂഹമല്ലേ അവനെ നന്മയിൽ തിന്മയിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നിയമപരമായി നമ്മുടെ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നമുക്ക് പറയാനൊന്നുമില്ല അതിൽ. കേൾക്കുന്നുണ്ടോ കുട്ടിയാ? ഓക്കെ. ശ്രീറാം, വിമൽ ഒരു ഇടിവെട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുകയാണ്. വിമൽ,
കമോൺ, ഒന്ന് മൈക്ക് കൊടുക്കോ വിമലിന്? ആ മോനെ പറഞ്ഞോ, ചോദിച്ചോ. എഴുന്നേറ്റോ. ഒന്ന് മൈക്ക് കൊടുക്കോ. മൈക്ക് അല്ല, പേരൊന്ന് പറയോ മോനെ? എൻ്റെ പേര് ഏതൻ ഗമേഷ് എന്നാണ്. സാറ് പറഞ്ഞല്ലോ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ മറ്റേ മയക്കുമരുന്നിൽ നിന്ന് വിട്ടുമാറാന്ന്. പക്ഷേ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞിട്ടും അവർ വീണ്ടും മയക്കുമരുന്ന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചാലക്കുടി ഡി അഡിക്ഷൻ സെൻറ്ററിൽ വരുന്ന വേളയിൽ നിർബന്ധമായും അവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും വേണം. ബൈസ്റ്റാൻഡർ നിർബന്ധം വേണമെന്നോട് പറയാറുണ്ട്. അതായത് ഒന്ന്, ആ രോഗിക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കുക. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊരു കൗൺസിലിംഗ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്. 2, ഇൻഡിവിജ്വലായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കും. ഇതുകൂടാതെ 3, 4, 5 ദിവസം ചെല്ലുമ്പോൾ ഇവർ കൊടുക്കുന്ന ഒരു കെമിക്കൽ തെറാപ്പിൻ്റെ അവിടെ, അതായത് ചില ആൾക്കാർ കെമിക്കൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അവർ ചില ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് 2, 3 ദിവസം കഴിയുമ്പോൾ ചിലർ വയലൻ്റ് ആവും, ചില ആൾക്കാർ കൂടുതൽ അക്രമാസക്തരാവും, ചില ആൾക്കാർ അവിടെ ഇരിക്കുന്ന രോഗികൾ ആക്രമിക്കും, പല രീതിയിലൊക്കെ ഉണ്ടാവും. അത് തുടർച്ചയായിട്ട് 21 ദിവസത്തെ ചികിത്സയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ 21 ദിവസം ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ അവർ പരമാവധി ഏകദേശം ഒരു 100-ൽ 75% പേർക്ക് റിക്കവറി ഉണ്ട്. പിന്നെ അവർ റിക്കവറി ആയി തിരിച്ചു വരുമ്പോൾ ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക്, അതായത് മിക്ക യുവാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോവാതിരിക്കുകയും കൂടുതൽ ഫ്രീ ആയിരിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനമ്മയുടെ കുറേ പ്രശ്നങ്ങളായോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടമായിട്ട് കുറേ ആൾക്കാർ ഇതിലേക്ക് വരുന്നത്. അത്തരം ആൾക്കാർ കുടുംബത്തിൻ്റെ പരിചരണം വേണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല ചികിത്സ മാത്രമല്ല, ചികിത്സ കഴിഞ്ഞ് അവരുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന പല തലത്തിലുള്ള മരുന്നുകളും ചികിത്സയും ഒക്കെ സംവിധാനം നമ്മൾ ചെയ്യും. പക്ഷേ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നല്ലൊരു പരിചരണം കൊടുക്കണം. ശ്രേയ, അത് ചെയ്യാത്ത കാരണം കൊണ്ടാണ് പല ആൾക്കാരും തിരിച്ചതിലേക്ക് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ട് ഇത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന സ്ഥിരം വിൽപ്പനക്കാരൻ ഉപയോഗിക്കുന്ന ആൾ ആദ്യം തന്നെ ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അവിടെയാണ് കുറേ ആൾക്കാർ വിളിക്കലും പറയലായിട്ട് തുടർച്ചയായിട്ട് അവരെ പിന്തുടർന്ന് വരുന്നത്. മനസ്സിലായ? ഇത്രയാണ് ഈ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. പരമാവധി ഇപ്പോൾ ചാലക്കുടിയിലാണെങ്കിൽ ഇപ്പോൾ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വലിയ ചികിത്സ ചെലവ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സൗജന്യം ആയതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ്. ഓക്കെ, അടുത്തത്. യെസ്, സമയക്കുറവുണ്ട് സർ, അതുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യം. എഴുന്നേറ്റ് മോനെ, എഴുന്നേറ്റ്. ഹലോ, എൻ്റെ പേര് അതിരത്ത് ബാബു. ഈ ഡ്രഗ് അടിച്ചിരിക്കുന്ന ആളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഡ്രഗ് അടിച്ചിട്ടുണ്ടെന്ന്. കുട്ടികളാണോ യുവാക്കളാണോ? അല്ല, ആരായാലും എല്ലാവരും ഇരിക്കൂ. താങ്ക് യു. അതായത് ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ വയലൻ്റ് ആവും. ഇന്നലകളിൽ സമാധാനത്തിൽ സന്തോഷമായ കുടുംബത്തിലുണ്ടായ കുട്ടികളാണെങ്കിൽ, യുവാക്കളാണെങ്കിൽ അവർ പെട്ടെന്ന് അവരെ ഒരു ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറുക്കുക, ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുക സ്വന്തം അമ്മേനെയായിരിക്കും. എന്താ, അച്ഛൻ പല കൂലിവേലക്ക് ജോലി സംബന്ധിച്ച് പല നാടുകളിലാവും, അല്ലെങ്കിൽ പല ജോലി സ്ഥലത്താവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ആരായിരിക്കും? അമ്മയായിരിക്കും. ഏറ്റവും കൂടുതൽ നന്നാവണമെന്നും മികച്ചവരായി വളരണമെന്നും ഏറ്റവും താല്പര്യം കൂടുതൽ ആർക്കായിരിക്കും? അമ്മയായിരിക്കും. കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആരായിരിക്കും? അമ്മയായിരിക്കും, അല്ലേ? അപ്പോൾ അമ്മേനല്ലേ ഏറ്റവും കൂടുതൽ വെറുക്കുക. അമ്മയാണെങ്കിൽ കൂടുതൽ ഉപദേശം തരുമ്പോഴോ കൂടുതൽ ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ സഹോദരങ്ങളെ ആക്രമിക്കാം, കുടുംബാംഗങ്ങളെ തർക്കത്തിലേർപ്പെടാം, അവിടെയുള്ള ഗാർഹിക ഉപകരണങ്ങൾ ചിലപ്പോൾ തല്ലി തകർക്കാം. മനസ്സിലായ? പിന്നെ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം, അവൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാക്കാവുന്നവരുണ്ട്. കണ്ണ്, മനസ്സിലായ? ചില ആൾക്കാരുടെ വേർപ്പിൻ്റെ ഗന്ധം, അതായത് ഇന്നലകളിലില്ലാത്ത ഗന്ധം കുറച്ച് നാളുകളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ ഏതോ തരം രാസലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്നത് പല തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഉപയോഗിച്ച ലഹരി വസ്തുക്കൾ നമ്മുടെ തലച്ചോറിലെ സെല്ലുകളെ ഉത്തേജിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുഴുവൻ ആന്തരിക അവയവങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് പല വേർപ്പ് ഗ്രന്ഥികൾ കൂടി പലതരം സ്മെല്ലായിട്ട് വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായ? പിന്നെ രണ്ടാമത്തെ
നഖം നോക്കി കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ നഖത്തിൻ്റെത് കാണാം. മനസ്സിലായ? അവരിട്ട ഡ്രസ്സ്, അവരിട്ട വസ്ത്രത്തിൻ്റെ രീതിയിലുള്ള ഗന്ധം നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുണ്ട്. മനസ്സിലായ? ഇത്തരം ഒരു കൂട്ടായ കാര്യത്തിൽ മാത്രം കാണാം. പിന്നെ ചില നമ്മൾക്ക് കൂടുതൽ കാര്യം ഉണ്ടെങ്കിൽ അവരുടെ ഉമിനീര് വേണമെങ്കിലും നമുക്ക് പരിശോധിച്ച് കണ്ടെത്താം. ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു സ്വാഭാവികമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഈ കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. സമയക്കുറവുകൊണ്ട് മാത്രമാണ്. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു. ഒരു ഗംഭീര കയ്യടി. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മുടെ നിലവിളക്ക് കണ്ടില്ലേ? എന്താ 5 തിരി ഇട്ടുണ്ട്. അത് നല്ല വെളിച്ചത്തോടെ കത്തുണ്ട് അല്ലേ? കൂരിയിട്ടാണെങ്കിലോ കൂടുതൽ വെളിച്ചം ഇവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ രാജ്യത്തിനും നാടിനും വീടിനും പ്രകാശഗോപുരമായി വിളങ്ങേണ്ട, ഉണരേണ്ട കുട്ടികളാണ് നിങ്ങളെല്ലാവരും. നമ്മുടെ യുവത്വത്തെയും വിദ്യാർത്ഥികളെയും മയക്കത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേക വിധ്വംസ ശക്തികൾ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവർ ലക്ഷ്യം നമ്മുടെ വളർന്നു വരുന്ന വികസിതമായ നമ്മുടെ രാജ്യത്തിനെ യുവാക്കളും വിദ്യാർത്ഥികളാണ് ഉയർന്നു വരേണ്ടവർ. ആ ഉയർന്നവരെ മുഴുവൻ കരിന്തിരികളാക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ പോലും നിങ്ങൾ ലഹരിക്ക് അടിമകളാവരുത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞത്, നിങ്ങൾ ഇരുട്ടിനെ ശപിക്കാതെ, അന്ധകാരത്തെ പഴി പറയാതെ നിങ്ങളുടെ വശത്ത്, നിങ്ങളുടെ പ്രദേശത്ത് ഒരു ചെറിയ മെഴുതിരി കത്തിക്കുക. അങ്ങനെ നോക്കുമ്പോൾ അനേകായിരം മെഴുതിരി കത്തിച്ചാലോ മേലെ എന്ന് നോക്കിയാൽ വലിയ പ്രകാശഗോപുരമായി വിളങ്ങും ഇല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ലഹരിക്കെതിരെ പോരാടുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും 1 എൻഫോഴ്സ്മെൻറ്റ്, 2 ബോധവൽക്കരണം, 3 ഡി അഡിക്ഷൻ, 4 റീഹാബിലേഷൻ. ഈ 4 രീതിയിൽ മാത്രമാണ് ഈ കസാരയ്ക്ക് 4 കാലുള്ള പോലെ നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ 4 തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമ്മുടെ സമൂഹത്തെ നേരായി വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഉന്നത വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരു ഉഷാറോട് കൂടി ഒരു കയ്യടി കൊടുക്കാമോ സാറിന്?